ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ 38 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിലായി. ഇവരിൽ 2 പേർ 10 വർഷമായി കള്ളനോട്ട് നിർമ്മാണവും വിതരണവും നടത്തിവരുന്നവരാണ്. ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ജനകീയ സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർത്താൽ നടത്തിയത്. സർക്കാരിന്റെ പട്ടയ നടപടികളിൽ അതൃപ്തി പ്രകടമാക്കി ഹൈറേഞ്ച് സംരക്ഷണ സമിതി. സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്ന് ആരോപിച്ച് സമിതിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ സായാഹ്ന ധർണ നടത്തി. ഇടവപ്പാകുതി കഴിഞ്ഞിട്ടും CHR മേഖലയിലെ മഴക്കുറവ് കാർഷിക പ്രവർത്തനങ്ങളെയും സാമ്പത്തിക വൈദ്യുതി രംഗങ്ങളെയും ഗണ്യമായി ബാധിക്കുമെന്ന് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ M. മുരുകൻ. പരാധീനതകളെ അതിജീവിച്ച വിജയ നേട്ടവുമായി അർജുൻ പാണ്ഡ്യൻ എന്ന ഹൈറേഞ്ചുകാരൻ. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അർജുൻ എത്തിയത് അടച്ചുപൂട്ടിയ ബോണാമി തോട്ടം മേഖലയിൽ നിന്നും. വിശദമായ വാർത്തയിലേക്ക്. ജില്ലയിൽ 38 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിലായി. ഇവരിൽ 2 പേർ 10 വർഷമായി കള്ളനോട്ട് നിർമ്മാണവും വിതരണവും നടത്തിവരുന്നവരാണ്. വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് 4,40,000 രൂപയുടെ കള്ളനോട്ട് പിടികൂടിയത്. കേസിന്റെ തുടരന്വേഷണത്തിലാണ് 37,92,500 രൂപയുടെ കള്ളനോട്ടും പ്രതികളെയും പിടികൂടിയിരിക്കുന്നതും. പുതിയ 500 രൂപയുടെ 7,585 കള്ളനോട്ടുകളാണ് കസ്റ്റഡിയിലെടുത്തതും. തമിഴ്നാട് മധുര സ്വദേശി രാജു ഫൈ എന്ന് വിളിക്കുന്ന അൻപുസെൽവം, ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി രമേശ് എന്ന് വിളിക്കുന്ന സുനിൽകുമാർ, കുറ്റ്യാടി സ്വദേശി രവീന്ദ്രൻ നായർ, ചാവക്കാട് സ്വദേശി ഫൈസു എന്ന് വിളിക്കുന്ന ഷിഹാബുദ്ദീൻ, കരുനാഗപ്പള്ളി ആദ്ന സ്വദേശി കൃഷ്ണകുമാർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നതും. കട്ടപ്പന ഡിവൈഎസ്പി NC രാജ്മോഹന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നതും. അൻപുസെൽവത്തിന് 47,500 രൂപയുടെ കള്ളനോട്ടുകളുമായി ഞായറാഴ്ച രാത്രി തേനിയിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതേ തുടർന്ന് ഇയാളെ ഉപയോഗിച്ച് മറ്റ് 4 പേരെ കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ ഇതിന്റെ അന്വേഷണം സഹകരിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതായത് NIA, അതുപോലെ തന്നെ മറ്റ് നാഷണൽ ഏജൻസിയെ കൂടി ഞങ്ങൾ ഇതിന്റെ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടുതലായിരിക്കുന്ന അന്വേഷണം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് വളരെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ വളരെ ഇതൊരു നാഷണൽ, ഇത് വെറും ഒരു കേസ് എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കറിയാം ഒരു സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒരു സംവിധാനമാണ് കള്ളനോട്ട് കേസ് എന്ന് പറയുന്നത്. 7,458 കള്ളനോട്ടുകളുമായി കാറിലെത്തിയ 4 പേരെയും ബോഡിമെട്ടിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നതും. സുനിൽകുമാർ, കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ 10 വർഷത്തിലധികമായി കള്ളനോട്ട് നിർമ്മാണവും വിതരണവും നടത്തുന്നു. ഇതിൽ കൃഷ്ണകുമാർ ആകട്ടെ BSF ജവാനുമായിരുന്നു. ആദ്യം കേരളത്തിലും പിന്നീട് കർണാടകത്തിലുമായിരുന്നു നിർമ്മാണവും. 1 ലക്ഷം രൂപയുടെ യഥാർത്ഥ നോട്ടുകൾക്ക് 4 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളാണ് സംഘം നൽകിയിരുന്നതും. വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി ഏജന്റുമാരും ഇവർക്കുണ്ട്. സംഘാംഗങ്ങളാകട്ടെ കടകളിൽ നൽകി കള്ളനോട്ട് മാറ്റിയെടുക്കുകയായിരുന്നു. സംഘത്തിലെ ചിലരെ കൂടി പിടികൂടാൻ ുണ്ട്. നോട്ട് അച്ചടിക്കുന്ന മെഷീൻ കണ്ടെത്താനും അന്വേഷണം ഊർജിതമാക്കി. ഇടുക്കി വിഷൻ, കുമളി. ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ജനകീയ സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ നടത്തിയത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, വഴിയോരങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുക, കാട്ടാനയാക്രമത്തിൽ വീടുകൾ നഷ്ടമായവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുക, ഉപദ്രവകാരിയായ ചില്ലിക്കൊമ്പനെ കാട്ടിൽ കയറ്റിവിടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ശാന്തൻപാറ, ചിന്നക്കനാൽ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. ദേശീയപാത കടന്നുപോകുന്ന പ്രധാന ടൗണായ പൂപ്പാറയിലടക്കം സമരസമിതി പ്രവർത്തകർ വിനോദസഞ്ചാരികളിലടക്കം വാഹനങ്ങൾ തടഞ്ഞിരുന്നു. മൂന്നാർ, തേക്കടി, തമിഴ്നാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനായി എത്തിയ വാഹനങ്ങൾ തടഞ്ഞിട്ടതിനു ശേഷം വിട്ടയക്കുകയും ചെയ്തു. അധികൃതരുടെ ഭാഗത്തു നിന്നും കാട്ടാന ശല്യത്തിന് പരിഹാരം കാണേണ്ടതിനു വേണ്ടി അടിയന്തര നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ച ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, രാജാക്കാട്. സർക്കാരിന്റെ പട്ടയ നടപടികളിൽ അതൃപ്തി പ്രകടമാക്കി ഹൈറേഞ്ച് സംരക്ഷണ സമിതി. സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്ന് ആരോപിച്ച് സമിതിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ സായാഹ്ന ധർണ നടത്തി.
ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനും സർക്കാർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നാരോപിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി മുരിക്കാശ്ശേരിയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സർക്കാർ കഴിഞ്ഞ 21-ന് കട്ടപ്പനയിൽ നടത്തിയ പട്ടയമേളയിലും കർഷകരെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ദേവികുളം താലൂക്ക് കൺവീനർ KR വിനോദ് ആരോപിച്ചു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രക്ഷോഭ രംഗത്തേക്ക് പോകുമെന്ന ഉറപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് അത്തരത്തിൽ 16 ഉപാധികളുള്ള പട്ടയം മാറ്റിവെച്ച് കേവലം 10 ഉപാധികളുള്ള പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. സമിതിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KR വിനോദ്. സമിതി വാത്തിക്കുടി പഞ്ചായത്ത് കൺവീനർ മാത്യു കുഞ്ചറക്കാട്ട് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. LDF സർക്കാർ സമിതിക്കു നൽകിയ വാഗ്ദാനം ലംഘിച്ചുവെന്നും പട്ടയം നൽകാമെന്ന വാഗ്ദാനമല്ല വേണ്ടത്, പട്ടയം എന്ന യാഥാർത്ഥ്യമാണെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുമുന്നണി നടത്തിയ വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എല്ലാവർക്കും പട്ടയം നൽകുമെന്നുള്ളതാണ്. ഇപ്രാവശ്യത്തെ പട്ടയമേളയിൽ അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും പട്ടയം എന്ന വാഗ്ദാനമല്ല ഞങ്ങൾക്ക് വേണ്ടത്, എല്ലാവർക്കും പട്ടയം എന്ന യാഥാർത്ഥ്യമാണ് എന്ന് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രി മുതൽ സകല മന്ത്രിമാരും നേതാക്കന്മാരും എവിടെയെങ്കിലും മൈക്ക് കണ്ടാൽ അവിടെ എല്ലാം ഇറങ്ങി എന്ന് പറയും, നാളെ പട്ടയം, ഇതാ വരുന്ന പട്ടയം, തിരുവനന്തപുരത്ത് നിന്ന് പട്ടയം ചാക്കിൽ കയറ്റി ബസ്സിന് കയറ്റി വിട്ടിട്ടുണ്ട്, ഇവിടെ വന്ന് ഇറങ്ങി നിങ്ങളങ്ങ് എടുത്താൽ മതി എന്ന നിലയിൽ സംസാരിച്ചിട്ട് പോകും. വെറുതെ ഇടുക്കിക്കാരെ കളിയാക്കാൻ വേണ്ടി മലയോരവാസികളെല്ലാം വെറും കപ്പതീനികളാണ്, ബോധമില്ലാത്തവരാണ് ചിന്തയിൽ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുമായി വന്ന് പറ്റിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്, ഇനി ആവർത്തിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സത്യാഗ്രഹ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റ് നേതാക്കളായ പീറ്റർ പൂണേലിൽ, ശ്രീജു PR, ഷാജി വരകുകാലപ്പറമ്പിൽ, ജോൺസൺ കുഞ്ചറക്കാട്ട് തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രവർത്തകർ ധർണയിൽ പങ്കാളികളായി. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാംകുടി. ഇടവപ്പാതി പകുതി കഴിഞ്ഞിട്ടും CHR മേഖലയിലെ മഴക്കുറവ് കാർഷിക പ്രവർത്തനങ്ങളെയും സാമ്പത്തിക വൈദ്യുതി രംഗങ്ങളെയും ഗണ്യമായി ബാധിക്കുമെന്ന് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ M മുരുകൻ പറഞ്ഞു. ലോകം മൊത്തത്തിൽ വച്ച് നോക്കുമ്പോഴും CHRക്ക് അത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് CHR മേഖലയിൽ സംഭവിക്കുന്ന ഈ കാലാവസ്ഥ മാറ്റം തീർച്ചയായിട്ട് കൃഷിയെയും അതുപോലെ ടൂറിസത്തെയും വനപ്രദേശത്തിനുള്ള ഏരിയ ഇത് എല്ലാത്തെയും ബാധിക്കக்கூடிய വിഷയമാണ്. കഴിഞ്ഞ 80 വർഷക്കാലമായി ഏറ്റവും മികച്ച മഴ ലഭ്യത ലഭിച്ചിരുന്ന മേഖലയായിരുന്നു CHR മേഖല. എന്നാൽ 1991-2000 വർഷം മുതൽ മൺസൂൺ മഴയിൽ ഗണ്യമായ കുറവാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാർ, കുഞ്ചിത്തണ്ണി, രാജാക്കാട്, നെടുങ്കണ്ടം, അണക്കര, കുമളി, ആനവിലാസം, പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ മഴക്കുറവ് ഗണ്യമായി കാർഷിക മേഖലയെ ബാധിച്ചിട്ടുണ്ട്. 1970-ൽ 76 ഇഞ്ച് മഴ ലഭിച്ച സ്ഥാനത്താണ് 2016-ൽ 42.8% കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഏറ്റവും കുറവ് മഴയാണ് 2016 ഇതിനകത്ത് തന്നെ ലഭിച്ചത്. 1980-ൽ 106 ഇഞ്ചും 1990-ൽ 90.5 ഇഞ്ചും 2000-ൽ 80 ഇഞ്ചും 2010-ൽ 80.5 ഇഞ്ചും 2015-ൽ 75.1 ഇഞ്ചും മഴയാണ് ആകെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ രാജ്യത്ത് മികച്ച മഴ ലഭിച്ച വർഷങ്ങളിൽ പ്രാദേശികമായി ഏലമലക്കാടുകളിൽ മഴക്കുറവ് അനുഭവപ്പെട്ടതിനെക്കുറിച്ച് പ്രത്യേകം പഠനം ഇനിയും നടത്തേണ്ടി വരുമെന്നും ഇദ്ദേഹം പറഞ്ഞു. ഏലത്തിനും കുരുമുളകിനും മറ്റ് കാർഷിക വിളകൾക്കും ഏറെ രോഗകീടബാധകൾ ഉണ്ടാകുവാനും ഇതിനാൽ തന്നെ ഉൽപ്പാദനം ഗണ്യമായി കുറയുവാനും സാധ്യതയുണ്ട് എന്നും അദ്ദേഹം വിലയിരുത്തി. കുടിവെള്ളത്തിനായി വിതരണ വാഹനങ്ങളെയാണ് ഇപ്പോഴും ജനം ഈ മേഖലയിൽ ആശ്രയിച്ചു വരുന്നത്. തോട്ടമുടമകൾ ഇനിയും കാർഷിക മേഖലയിലേക്ക് പ്രവർത്തനങ്ങൾ സജീവമാക്കാത്തതിനാൽ തൊഴിലാളികൾ ഏറെ ദുഃഖിതരുമാണ്. കുഴൽക്കിണറുകൾ പലതും ഉപയോഗരഹിതമായി തുടരുകയാണ്. കല്ലാർ പുഴ കൂട്ടാർ മുതൽ കല്ലാർ വരെ വറ്റി വരണ്ട് കിടക്കുകയാണ്. കല്ലാർ പുഴയിലെ കുടിവെള്ള പദ്ധതി ഇനിയും വറ്റി വരണ്ട് കാട് കയറി കിടക്കുകയാണ്. കുടിയേറ്റ കാലഘട്ടത്തിലെ ഹൈറേഞ്ച് മേഖലയിലെ 40-ാം നമ്പർ മഴയും ജൂൺ മുതൽ നവംബർ വരെ ഇടതടവില്ലാതെ ചന്നം ഭിന്നം രാവും പകലും പെയ്തു തിമിർത്തിരുന്ന മഴയും ജനങ്ങളുടെ ഓർമ്മയിൽ മാത്രമായി അവശേഷിക്കുന്നു. GK രാജശേഖരൻ, ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി ചെറുതോണി ടൗണിൽ വൻ ഗർത്തം. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സംസ്ഥാന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്.
ഇടുക്കി ജില്ലാ ആസ്ഥാന ടൗണായ ചെറുതോണിയിലാണ് അപകടക്കെണിയൊരുക്കിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷകാലത്ത് രൂപപ്പെട്ട ഗർത്തം മാസങ്ങൾ കഴിഞ്ഞതോടുകൂടി വൻ ഗർത്തമായി രൂപം പ്രാപിച്ചതാണ് ഏറെ അപകടകരമാകുവാൻ കാരണം. ടാറിങ് ഇളകി രൂപപ്പെട്ട കുഴി കാലക്രമത്തിൽ വൻ ഗർത്തമായി. മഴക്കാലമായതോടുകൂടി കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ആഴമറിയാതെ വാഹനങ്ങൾ ചാടി അപകടങ്ങൾ പതിവാകുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഏറെ ദുരിതം. ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വാഹനങ്ങളും ചെങ്കുത്തായി ഇറങ്ങി വരുന്ന വാഹനങ്ങളും കുഴിയിൽ വീഴാതെ രക്ഷപ്പെടുക എന്നത് ഏറെ ശ്രമകരമാണ്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തി കുഴി നികത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. കട്ടപ്പന ഇരട്ടയാർ ശാന്തിഗ്രാം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നത്തുകല്ല് റോഡ് ഉപരോധിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉപരോധം ഉദ്ഘാടനം ചെയ്തു. തകർന്നു കിടക്കുന്ന കട്ടപ്പന ഇരട്ടയാർ ശാന്തിഗ്രാം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നത്തുകൽ റോഡ് ഉപരോധിച്ചത്. BMBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തി റബ്ബറൈസ്ഡ് ടാർ ചെയ്യുന്നതിനു വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ 6 കോടി രൂപ അനുവദിക്കുകയും അടിയന്തര പ്രാധാന്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ചീഫ് എഞ്ചിനീയറുടെ കയ്യിൽ നിന്നും കത്ത് മേടിച്ചു കൊടുക്കുകയുമുണ്ടായി. എന്നാൽ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന പരാതിയാണെന്ന് പറഞ്ഞ് ഇത് അട്ടിമറിക്കുകയും അടിമാലി ചിന്നാർ നത്തുകല്ല് റോഡിന് 50 കോടി രൂപ അനുവദിക്കുകയും 6 കോടി രൂപ നഷ്ടമാക്കുകയും ചെയ്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സമരപരിപാടിയുമായി മുന്നോട്ട് പോയപ്പോൾ 1 കോടി രൂപ അനുവദിക്കുകയും ഈ തുക ഇപ്പോൾ നഷ്ടമായിരിക്കുകയുമാണ്. ഇനിയും കട്ടപ്പന ഇരട്ടയാർ ശാന്തിഗ്രാം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലായെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നും പ്രവർത്തകർ അറിയിച്ചു. അധികാരികൾ ഈ റോഡിന്റെ കാര്യത്തിൽ കാണിക്കുന്ന അനാവസ്ഥ അതൊരു ഗുരുതരമായ വീഴ്ചയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡ് എന്നുള്ള നിലയിൽ മറ്റ് റോഡുകൾക്ക് കൊടുക്കുന്ന നിലയിലുള്ള ഒരു പരിഗണന കൊടുത്ത് സമയാസമയങ്ങളിൽ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഇത് സഞ്ചാരയോഗ്യമായി ഇടേണ്ട ഉത്തരവാദിത്വം PWDക്ക് ഉള്ളതാണ്. നത്തുകല്ലിൽ നടന്ന ഉപരോധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സജീവ് KS അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട്, ജോണി ചീരാങ്കുന്തേൽ, TS ബേബി, സിബി പാറപ്പായി, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു, പ്രിയ, റാണി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ജോജി ജോസഫ്, ജിതിൻ ഷിബു, അരുൺ സേവ്യർ, സെബിൻ, മഹേഷ് കുമാർ, സജി ഒറ്റപ്ലാക്കൽ, ബെന്നി പാറക്കോട്ട്, ജോസ് ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ശക്തമായ മഴയെ തുടർന്ന് കരിന്തരുവിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നതിനായി കൽഭിത്തിയുടെ ചുവട് ഭാഗത്തെ മണ്ണ് നീക്കിയതാണ് അപകട കാരണം. വീടിന്റെ ചുമർ ഉൾപ്പെടെ തകർന്ന് ഏതു നിമിഷവും നിലപൊത്താമെന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷമാണ് പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നതിനായി ഇവിടെ മണ്ണു നീക്കം ചെയ്തത്. വീടിന്റെ സംരക്ഷണത്തിനായി നിർമ്മിച്ചിരുന്ന കൽഭിത്തിയുടെ ചുവട് ഭാഗത്തെ മണ്ണു നീക്കം ചെയ്തിരുന്നു. നിർമ്മാണ വേളയിൽ തന്നെ കെട്ടിടത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും മണ്ണു നീക്കിയ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണമെന്നും സ്ഥലമുടമയായ സുരേഷ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ 14ാം വാർഡിൽ ഉൾപ്പെട്ട ഭാഗമാണ് ഇവിടം. വെള്ളമിറങ്ങി കൽഭിത്തി ഇടിയാതിരിക്കുവാൻ നേരത്തെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച തറ മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തിയായി പെയ്തിറങ്ങിയതോടെ ഭിത്തി തകരുകയായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കൽഭിത്തിയുടെ ഒരു ഭാഗമാണ് തകർന്നു വീണിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗവും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലുമാണ്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡാണിത്. ഞങ്ങളുടെ റോഡ് വെട്ടിയിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേളിലായി. റോഡ് വെട്ടിയ സമയം തൊട്ട് ഞങ്ങൾ പറയുന്നതാണ് മുറ്റത്തിൻ്റെ ഭിത്തി ഇടിഞ്ഞിരിക്കുകയാണ്, അത് കെട്ടിത്തരണം എന്ന്. പക്ഷേ ഈ മഴ സമയമായപ്പോഴേക്കും മഴ പെയ്ത് മുറ്റം ഇടിഞ്ഞ് പകുതി താഴേക്ക് പോയി. വീടിൻ്റെ ഭിത്തി ഇടിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും പ്രായമായ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഭിത്തി കയ്യാൽ എത്രയും പെട്ടെന്ന് കെട്ടിത്തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വീടും കൂടെ നഷ്ടമാകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനു പുറമെ വീടിന്റെ ചുമരും പൊട്ടിയിട്ടുണ്ട്. വാകയിൽ കുളത്തിൽ സുരേഷും പിഞ്ചുകുട്ടികളും അടക്കമുള്ള കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. മഴ ഇനിയും ശക്തമായി പെയ്തിറങ്ങിയാൽ വീട് ഉൾപ്പെടെ തകരുമെന്നതിൽ സംശയമില്ല. അടിയന്തര പ്രാധാന്യം നൽകി ശരിയായ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് നൽകണമെന്ന ആവശ്യത്തിന്മേലാണ് ഈ കുടുംബം. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. ഹോൺ മുഴക്കി ആംബുലൻസുമായി ബീവറേജിൽ ആംബുലൻസ് ഡ്രൈവർ മദ്യം വാങ്ങാനെത്തിയത് ആളുകളെ പരിഭ്രാന്തിയിലാക്കി. ശാന്തൻമാറ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ആംബുലൻസാണ് തൊടുപുഴ ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ബീവറേജിലെത്തിയത്. ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ചുങ്കത്തറ ബീവറേജസ് ഔട്ട്ലെറ്റിൽ ഞായറാഴ്ച രാത്രി മദ്യം വാങ്ങുവാൻ ക്യൂവിൽ നിന്നവർ ഒരു നിമിഷം ആശങ്കയിൽ വലഞ്ഞു. മദ്യം വാങ്ങാൻ നിൽക്കെ ഹോൺ മുഴക്കി ചീറിപ്പാഞ്ഞു വന്ന ആംബുലൻസ് ബീവറേജസിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയതാണ് ആളുകളെ ആശങ്കാകുലരാക്കിയത്. ബീവറേജസിൽ എന്തോ അത്യാഹിതം സംഭവിച്ചുവെന്നാണ് മദ്യം വാങ്ങുവാൻ വന്നവർ കരുതിയത്. അതുകൊണ്ട് ഹോൺ മുഴക്കി വന്ന ആംബുലൻസിന് പലരും വഴിമാറിക്കൊടുത്തു. അപ്പോഴാണ് കൊക്കത്ര കുളം കണ്ടെന്ന ഭാവേന ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസിൽ നിന്നും ഇറങ്ങി ഒന്നും അറിയാത്ത വിധത്തിൽ മദ്യം വാങ്ങുവാൻ ക്യൂവിൽ നിന്നത്. ഇതോടെ അവിടെ നിന്ന് പലരും ആംബുലൻസിന്റെ ഫോട്ടോ എടുക്കുകയും ചിലർ ലൈവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊന്നും കൂട്ടാക്കാതെ ആംബുലൻസ് ഡ്രൈവർ മദ്യം വാങ്ങി ആംബുലൻസുമായി പോകുകയും ചെയ്തു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് വക ആംബുലൻസാണ്
ഇത്തരത്തിൽ ചുങ്കത്തറയിൽ മദ്യം വാങ്ങുവാൻ കൊണ്ടുവന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, തൊടുപുഴ. വാർത്തകളിൽ ഒരു ഇടവേള. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വാക്വം ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തമാക്കാൻ. വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ്, എടശ്ശേരി ജംഗ്ഷൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മീഡിയ രംഗത്ത് നിരവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ കോഴ്സ് പഠിക്കുവാൻ ഇതാ ഒരു സുവർണാവസരം. സിനിമ, സീരിയൽ, മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു. ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, ആക്ടിംഗ് തുടങ്ങിയ 10 മേഖലകളിൽ പ്രൊഫഷണൽസ് ആകാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. സ്വപ്നം കാണുന്നവന്റെയല്ല, സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നവന്റെയാണ് മീഡിയ ലോകം. ബിൽഡ് യുവർ ഫ്യൂച്ചർ. റെഡ് ഐ സ്കൂൾ ഓഫ് മീഡിയ, കട്ടപ്പന. ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിന്. അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ വൺ കൊടുത്തൈകൾ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, നാടൻ ജാതിയിൽ ബഡ് ചെയ്ത ജാതി തൈകളും, തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷ തൈകളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിനാർ. ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. സ്മൈൽ ആൻഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്, കരുനാഗപ്പള്ളി അർക്കേഡ്, എരട്ടയാർ റോഡ്, കട്ടപ്പന. ഉദ്ഘാടനം ജൂൺ 5 തിങ്കളാഴ്ച രാവിലെ 11:30 ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ M. മണി നിർവഹിക്കുന്നു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. സ്മൈൽ ആൻഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്, കരുനാഗപ്പള്ളി അർക്കേഡ്, എരട്ടയാർ റോഡ്, കട്ടപ്പന. പകുതി ചിലവിൽ എക്സ്റേ വെൽഡിംഗ് പഠനം. സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത SSLC+2. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റും സർട്ടിഫിക്കറ്റും നൽകി വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള തൊഴിൽ മേഖലകളിൽ ഏറ്റവും പ്രധാനമാണ് എക്സ്റേ വെൽഡിംഗ്. കഴിഞ്ഞ ബാച്ചുകളിൽ നിന്നായി 25ഓളം പേർ വിദേശത്ത് ജോലി നേടി മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നു. എക്സ്റേ വെൽഡിംഗിന് മാത്രമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക സ്ഥാപനം സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മയ സിറ്റി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം, നെടുങ്കണ്ടം. ഫോൺ 8848770010. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാരവനാന്തര സുകൃതികൾ. അമ്മതന്നകിളിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ GNS ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. Jaguar, Parrywear, Bathix, Sanitary Wear and Bath Fittings, Supreme Piping Solution, Water Tech Taps, Diamond, Frankie, Metro തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്ര, CP Fittings. Make your home as your dream. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം.
രോഹിണി കാലിത്തീറ്റ. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടുമറച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജീവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വാർത്തകൾ തുടരുന്നു. ബാലാവകാശ നിയമങ്ങളെക്കുറിച്ച് ഏകദിന സെമിനാർ നെടുങ്കണ്ടത്ത് നടന്നു. ശിശു സൗഹൃദ ജില്ലയായി ഇടുക്കിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായാണ് സെമിനാർ നടന്നത്. ബാലാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള ഏകദിന ക്ലാസ് നെടുങ്കണ്ടത്ത് നടന്നു. ശിശു സൗഹൃദ ജില്ലയായി ഇടുക്കിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും സെമിനാറിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിക്രമങ്ങൾ ഉണ്ടായാൽ ലഭിക്കുന്ന നിയമസംരക്ഷണം, കുട്ടികൾക്കെതിരെയുള്ള പീഡനം, ലൈംഗിക ചൂഷണം, ബാലവേല തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്നിവ സെമിനാറിൽ പ്രതിപാദിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സെമിനാർ നടന്നത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്തൻ ശശികുമാർ അധ്യക്ഷത വഹിച്ച പരിപാടി നെടുങ്കണ്ടം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് NA ശിർഷ ഉദ്ഘാടനം ചെയ്തു. പല പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയെ ഒരു ശിശു സൗഹൃദ ജില്ലയായി പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം ഈ ഒരു വലിയ ഉദ്യമം അവസാനിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണം നമ്മൾ ഉറപ്പുവരുത്തണമെങ്കിൽ ഈ നാട്ടിൽ അവർക്ക് സംരക്ഷണം നൽകാനായി എന്തെല്ലാം നിയമങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. യോഗത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി ജില്ലാ സെക്രട്ടറി പ്രഭാത് ലാൽ, അഡ്വക്കേറ്റ് K കനിയപ്പൻ, അഡ്വക്കേറ്റ് VM ജോയ് എന്നിവർ ക്ലാസ് എടുത്തു. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസർമാരായ ജലജ, ഗീത, ചൈൽഡ് ലൈൻ കോർഡിനേറ്റർ നിതീഷ് എന്നിവർ പങ്കെടുത്തു. പരാധീനതകളെ അതിജീവിച്ച വിജയ നേട്ടവുമായി അർജുൻ പാണ്ഡ്യൻ എന്ന ഹൈറേഞ്ചുകാരൻ. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അർജുൻ എത്തിയത് അടച്ചുപൂട്ടിയ ബോണാമി തോട്ടം മേഖലയിൽ നിന്നും. അർജുന്റെ വിജയത്തിനൊപ്പം പങ്കുചേരുകയാണ് ജന്മനാടും. ജീവിതത്തെ വിജയത്തിലെത്തിക്കുവാൻ വേണ്ടത് നാം കാണുന്ന സ്വപ്നങ്ങൾക്കായിട്ടുള്ള കഠിന പ്രയത്നം എന്ന അർജുനന്റെ വാക്കുകൾ പ്രാവർത്തികമായത് സിവിൽ സർവീസ് പരീക്ഷയിൽ നേടിയ ഉന്നത വിജയത്തിലൂടെയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിവിൽ സർവീസ് പരീക്ഷയിൽ അർജുൻ പാണ്ഡ്യൻ എന്ന ബൊണോമിക്കാരൻ നേടിയത് 248ാം റാങ്ക്. പരാധീനതകളെ അതിജീവിച്ച് അർജുൻ നേടിയ വിജയത്തിന് തിളക്കം ഏറെയാണ്. ഏലപ്പാറയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന പാണ്ഡ്യന്റെയും കാവക്കുളത്തെ അങ്കണവാടി ടീച്ചറായ ഉഷാകുമാരിയുടെയും മകനാണ് 26-കാരനായ അർജുൻ പാണ്ഡ്യൻ. കുട്ടിക്കാനത്ത് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം കിളിമാനൂർ ഗവൺമെന്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറിയും TKM എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് ബിരുദവും പൂർത്തിയാക്കി. അർജുനന് സിവിൽ സർവീസ് മോഹം ഉയരുന്നത് 2.5 വർഷം മുൻപാണ്. എറണാകുളം TCSലെ ജോലി രാജിവെച്ചാണ് കോച്ചിംഗ് നടത്തിയത്. മലയോര മേഖലയിലെ യുവാക്കൾക്ക് എന്നും സ്വപ്നം മാത്രമാണ് സിവിൽ സർവീസ്. എന്നാൽ കഠിന പ്രയത്നത്തിലൂടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാം എന്നതാണ് അർജുൻ തെളിയിക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടും പറ്റും. എന്നുവെച്ചാൽ ആരും ഇതിനായിട്ട് ഇറങ്ങാത്തതുകൊണ്ടാണ് സിവിൽ സർവീസോ അതുപോലത്തെ ഇപ്പം എൻട്രൻസ് ആയാലും ഇപ്പം ചെറിയൊരു എഞ്ചിനീയറിംഗ് എൻട്രൻസോ മെഡിക്കൽ എൻട്രൻസോ അതുപോലെ ഒരു ഇതെടുത്താൽ തന്നെ കുറച്ച് പേരാണ് ഏലപ്പാറയോ ബോണാമയോ അവിടെ നിന്ന് കാണുള്ളൂ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ആരും ഇറങ്ങാറില്ല. ഇറങ്ങാത്തതിന് കാരണം വെച്ചാൽ കൂടുതൽ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പം കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഇറങ്ങിക്കഴിഞ്ഞവർ കിട്ടും എന്നൊരു ആത്മവിശ്വാസം. ചെറുപ്പത്തിൽ മുതലൊക്കെ മകന് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. കഷ്ടപ്പാടുകൾക്ക് നടുവിലും മകൻ നേടിയ വിജയത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നതും ഈ പിതാവ് തന്നെയാണ്. വന്നിട്ട് 10ാം ക്ലാസ് തൊട്ട് തന്നെ അവന് നല്ല പഠിക്കാനും നല്ല മിടുക്കനായിരുന്നു. പഠിക്കാൻ അവന് ആവശ്യമുള്ള നല്ല ധൈര്യം കൊടുത്തിട്ടേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും അവന് നല്ല ധൈര്യം കൊടുത്തു. നീ പഠിച്ച നല്ല രീതിക്ക് വരും എന്നുള്ളത് നമ്മൾ ധൈര്യം കൊടുത്തു. സാമ്പത്തിക പരാധീനത മൂലം പലപ്പോഴും പഠനം മുടങ്ങുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നതായി പാണ്ഡ്യൻ പറയുന്നു. പിന്നോക്ക ജില്ല എന്ന് ഭരണാധികാരികളും ജനപ്രതിനിധികളും മുദ്രകുത്തിയ ഇടുക്കിയുടെ
അഭിമാനം രാജ്യത്തിന് മുൻപിൽ ഉയർത്തിയ അർജുൻ ഇപ്പോൾ ജില്ലക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. സിബിൻ ജോസ്, ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. കടുത്ത വേനലിൽ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും അഞ്ചുരുളിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പുതിയ കാഴ്ചയാണ് ഡാം സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ചുരുളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. കടുത്ത വേനലിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറയുന്നതിനാൽ ആശങ്കയിലാണ് ജില്ലാ ഭരണകൂടവും വൈദ്യുതി വകുപ്പും. എന്നാൽ ഇടുക്കി ഡാമിന്റെ ഭാഗമായ അഞ്ചുരുളിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞതിൽ ആശങ്ക ഒന്നുമില്ല. പകരം തങ്ങളുടെ കണ്ണുകൾക്ക് ഒരു നവ്യ അനുഭവം സമ്മാനിക്കുന്ന അഞ്ചുരുളിയിലെ കാഴ്ചകളിൽ സംതൃപ്തരാണ് ഇവിടെയെത്തുന്ന ഓരോ വിനോദസഞ്ചാരിയും. ഈ വർഷത്തെ കടുത്ത വേനലിൽ അഞ്ചുരുളി ടൗണിലെ ജലം ഏകദേശം 200 മീറ്ററോളമാണ് ഉൾവലിഞ്ഞത്. ഇപ്പോൾ ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് ടണലിന്റെ അടിത്തട്ടിൽ ഇറങ്ങുവാൻ കഴിയും. പ്രകൃതിയുടെ കരവിരുതിൽ വിരിഞ്ഞ ദൃശ്യമനോഹാരിത ഇവിടെയെത്തുന്ന ഓരോ സഞ്ചാരിക്കും ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. പരിസരവാസികൾക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ശാപമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. പാമ്പുകളുടെയും കുറുനരികളുടെയും ആവാസ കേന്ദ്രമായി ഇപ്പോൾ ഇവിടം മാറിക്കഴിഞ്ഞു. കോടികൾ മുടക്കി നിർമ്മിച്ച കഞ്ഞിക്കുഴി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ശാപമായി മാറുകയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും പാമ്പുകളുടെയും കുറുനരികളുടെയും ആവാസ കേന്ദ്രമായി മാറി. നിലവിൽ ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. കൂടാതെ ശൌചാലയങ്ങൾ മുഴുവൻ കാടുകയറി നശിച്ച നിലയിലുമാണ്. ബസ് സ്റ്റാൻഡിലെ കടമുറികൾ 1 ലക്ഷത്തോളം രൂപ സെക്യൂരിറ്റിയിലും 3000 രൂപ വാടകയിലുമാണ് ലേലം ചെയ്തു പോയത്. എന്നാൽ ഈ അവസ്ഥയിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വ്യാപാരികൾ ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥയും നിലവിലുണ്ട്. കഞ്ഞിക്കുഴി ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ മാലിന്യങ്ങളും തള്ളുന്നത് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലാണ്. ഇതുമൂലം കൊതുകു പെരുകി പകർച്ചവ്യാധിയുടെ വക്കിലാണ് പ്രദേശത്തെ വ്യാപാരികളും വീടുകളും. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള ടോയ്ലറ്റ് നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകുന്നില്ല എന്നൊരു ദുഃഖ അവസ്ഥ ഇവിടെയുണ്ട്. അവിടെ സ്വകാര്യ വ്യക്തികൾ മറ്റ് വേസ്റ്റുകൾ കൊണ്ടിടുന്നതിനും മറ്റു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ടോയ്ലറ്റ് പോകുന്നതിനോ അതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾക്ക് ആളുകൾ, സ്ത്രീകളടക്കം ഇവിടെ വന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് മഴക്കാല രോഗങ്ങൾക്കായി ലക്ഷങ്ങൾ ചിലവഴിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തങ്ങളുടെ മൂക്കിന് മുൻപിലുള്ള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കുവാൻ ശ്രമിക്കാത്തത് ഏറെ വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ബസ് സ്റ്റാൻഡിലെ കാടിനുള്ളിൽ മരത്തൈ നട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മാതൃകയായതും. മാസം 25,000 രൂപ വാടകയിനത്തിൽ മാത്രം കിട്ടുന്ന ഈ കോംപ്ലക്സിൽ വെള്ളമെത്തിക്കുവാനുള്ള പ്രാഥമിക നടപടി പോലും ഇതുവരെയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ശവപ്പറമ്പിന് തുല്യമായ ഈ ബസ് സ്റ്റാൻഡും പരിസര പ്രദേശവും ഉടൻ വൃത്തിയാക്കിയില്ല എങ്കിൽ ഉപരോധ സമരം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾക്ക് മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ പറയുന്നു. ലാജി പ്ലാത്തോട്ടം, ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പനയ്ക്കും പുളിയന്മലയ്ക്കും ഇടയിലുള്ള ഹെയർപിൻ വളവിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. എതിരെ വന്ന ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ വാഹനം റോഡിൽ നിന്നും തെന്നിമാറിയതാണ് അപകട കാരണം. ഇന്ന് 4 മണിക്ക് ശേഷമാണ് പുറ്റടി കണിയാങ്കുഴിയിൽ എബ്രഹാമും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ബൊലേറോ കാർ തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പനയ്ക്കും പുളിയന്മലയ്ക്കുമിടയിലുള്ള ഹെയർപിൻ വളവിൽ അപകടത്തിൽപ്പെട്ടത്. ഹെയർപിൻ വളവ് തിരിയവേ എതിരെ വന്ന സ്കൂൾ ബസിന് സൈഡ് കൊടുത്തതോടെ വാഹനം റോഡിൽ നിന്നും തെന്നിമാറി. ഇതോടെ വാഹനത്തിന്റെ ഒരു വശം റോഡിന്റെ വശങ്ങളിലെ തിട്ടയിൽ നിന്നും താഴേക്കായി. വാഹനം റോഡിൽ നിന്നും തെന്നിമാറിയെങ്കിലും പാതയോർത്ത് സ്ഥാപിച്ചിരുന്ന റിഫ്ലക്ടറിന്റെ കമ്പികളിൽ തട്ടി നിന്നതിനാൽ താഴത്തെ റോഡിലേക്ക് പതിച്ചില്ല. ഇതുമൂലം വൻ അപകടമാണ് ഒഴിവായത്. അപകടത്തെ തുടർന്ന് എബ്രഹാമിനും ഭാര്യയ്ക്കും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇതുവഴിയെത്തിയ മറ്റ് വാഹനയാത്രികരാണ് ഇരുവരെയും പുറത്തിറക്കിയത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. ഇവരുടെ ബന്ധുവിന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കൂട്ടി വീട്ടിലെത്തിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. കുഴിയിലേക്ക് പോയ വാഹനം പിന്നീട് ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ കെട്ടി റോഡിലേക്ക് കയറ്റി. പലതവണ ഇത്തരത്തിൽ പ്രദേശത്ത് വാഹനാപകടങ്ങൾ നടന്നിട്ടുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് അപകടങ്ങൾ സംഭവിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അപകടത്തെ തുടർന്ന് അല്പനേരം സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.
ഹൊറൈസൺ വിദ്യാഭ്യാസ പ്രദർശനം 7-8 തീയതികളിൽ കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉപരിപഠനത്തിന് ഉത്തമ വഴികാട്ടിയായി മലയാള മനോരമ ഒരുക്കിയിരിക്കുന്ന ഹൊറൈസൺ വിദ്യാഭ്യാസ പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ജൂൺ 7-8 തീയതികളിലായി കട്ടപ്പന സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ചാണ് പ്രദർശനം നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രദർശനത്തിൽ വിവിധ കോഴ്സുകളുടെ സ്റ്റാളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, നഴ്സിംഗ്, ഏവിയേഷൻ, മാനേജ്മെന്റ്, ബയോടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ്, ഷിപ്പിംഗ് കോഴ്സുകൾ, അക്കൌണ്ടിംഗ്, ബാങ്കിംഗ് മേഖല, ഫാഷൻ ടെക്നോളജി, വാണിജ്യം തുടങ്ങി ഒട്ടേറെ പ്രൊഫഷണൽ കോഴ്സുകളെ സംബന്ധിച്ച അറിവുകൾ നേടാൻ വിദ്യാർത്ഥികൾക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള സർവകലാശാലകളുടെയും കോളേജുകളുടെയും സ്റ്റാളുകൾ പ്രദർശന നഗരിയിലുണ്ടാകും. കൂടാതെ വിദേശ വിദ്യാഭ്യാസ രംഗത്തെ വൈവിധ്യമാർന്ന കോഴ്സുകളെക്കുറിച്ചും അറിയാൻ സാധിക്കും. പൂർണ്ണമായും ശീതീകരിച്ച ഹാളിൽ പ്രദർശനത്തിന് പുറമെ എല്ലാ ദിവസവും വൈകിട്ട് വിദ്യാഭ്യാസ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഉപരിപഠനത്തെക്കുറിച്ച് വിദഗ്ധരോട് ചോദിച്ച് സംശയങ്ങൾ തീർക്കാനും അവസരമുണ്ട്. വൈവിധ്യ കോഴ്സുകൾ എന്ന വിഷയത്തിൽ MS ജലീലും, സിവിൽ സർവീസ് എന്ന വിഷയത്തിൽ AU പ്രസാദും, നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസും സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇനി ഇന്നത്തെ കമ്പോള വില നിലവാരം. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 35,840 കിലോക്കായി പതിഞ്ഞു. കൂടിയ വില 1,247 രൂപ, ശരാശരി വില 1,012 രൂപ. ഇനി കട്ടപ്പന കമ്പോളം. സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. പ്രധാന വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിൽ 38 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിലായി. ഇവരിൽ 2 പേർ 10 വർഷമായി കള്ളനോട്ട് നിർമ്മാണവും വിതരണവും നടത്തിവരുന്നവരാണ്. ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ജനകീയ സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർത്താൽ നടത്തിയത്. സർക്കാരിന്റെ പട്ടയ നടപടികളിൽ അതൃപ്തി പ്രകടമാക്കി ഹൈറേഞ്ച് സംരക്ഷണ സമിതി. സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്ന് ആരോപിച്ച് സമിതിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ സായാഹ്ന ധർണ നടത്തി. ഇടവപ്പാകുതി കഴിഞ്ഞിട്ടും CHR മേഖലയിലെ മഴക്കുറവ് കാർഷിക പ്രവർത്തനങ്ങളെയും സാമ്പത്തിക വൈദ്യുതി രംഗങ്ങളെയും ഗണ്യമായി ബാധിക്കുമെന്ന് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ M. മുരുകൻ. പരാധീനതകളെ അതിജീവിച്ച വിജയ നേട്ടവുമായി അർജുൻ പാണ്ഡ്യൻ എന്ന ഹൈറേഞ്ചുകാരൻ. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അർജുൻ എത്തിയത് അടച്ചുപൂട്ടിയ ബോണാമി തോട്ടം മേഖലയിൽ നിന്നും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs.